അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതാണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഗ്ലോയിങ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുക നോക്കാം. പക്ഷേ ഒരു ചേഞ്ച് ഉണ്ട്. സാധാരണയായി നമ്മൾ ചെയ്യുന്നത് മൊബൈൽ എഡിറ്റിങ്ങിലെ ട്രിക്സ് ആൻഡ് ട്യൂട്ടോറിയൽസ് ആണ്. ബട്ട് ടുഡേ ഫോട്ടോഷോപ്പാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു EYESOPEN. ഇറ്റ്സ് മീ അൻഷാദ് നിസാർ. ലെറ്റ്സ് ഇൻട്രോ. ഈ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വെറും 3 സ്റ്റോക്ക് ഇമേജസാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയലായിട്ടല്ല ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ മാത്രം മെൻഷൻ ചെയ്ത് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ട്യൂട്ടോറിയൽസ് ഉണ്ട് മലയാളത്തിൽ. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ഒരു ബാക്കപ്പിനായിട്ട് ഈ ഒരു പ്രോജക്റ്റ് ഫയലിനെ ഞാൻ സേവ് ചെയ്ത് വെക്കുകയാണ്. നേരത്തെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജില്ലേ, അത് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ഫയലിൻ്റെ പുറത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് ക്യാൻവാസ് എങ്ങനത്തെ ക്യാൻവാസ് എത്തരത്തിലാണ് നമ്മൾ ഈ ഒരു പിക്ചർ വേണ്ടതെന്നുള്ള രീതിയിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമ്മൾ ഈ ഒരു ക്യാൻവാസിൽ സെറ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ആ ഒരു മെയിൻ സബ്ജക്റ്റ് ആയിട്ടുള്ള ഒരു ഹാർട്ടിൻ്റെ ഇമേജ് നമുക്ക് ഫോട്ടോഷോപ്പിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒരു ഹാർട്ട് മാത്രമായിട്ട് ജസ്റ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഹാർട്ട് ഇമേജിനെ നേരെ നമ്മളുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയറിലേക്ക് കൊണ്ടുപോയി ഇടാം. ഇനി നമുക്കിതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അതായത് നമ്മളുടെ ഫ്ലോറിൽ നിന്നും, അതായത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയറിൻ്റെ ഈ ഒരു ഫ്ലോറിൽ നിന്നും കുറച്ച് ഉയരത്തിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. നമ്മൾ അങ്ങനെയാണ് ഇപ്പോൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഗ്ലോ എഫക്റ്റ് ഇടുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു ഫീൽ കിട്ടത്തുള്ളൂ. ഇനി നമുക്കൊരു കർവ്സ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജിനെ കുറച്ചൊന്ന് ഡാർക്ക് ചെയ്യാം. കാരണം നമുക്കൊരു നൈറ്റ് പോലത്തെ ഒരു ഫീൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ഗ്ലോ ചെയ്യുമ്പോൾ അത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ, ആ ഒരു ഫീൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ ജസ്റ്റ് ഒന്ന് കർവ്സ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഡാർക്ക് ചെയ്യുകയാണ്. ഡാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഹാർട്ട് ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു ഭാഗം മാത്രം ജസ്റ്റ് നമ്മൾ മാസ്ക് ചെയ്തിട്ട് എറേസ് ചെയ്യുകയാണ്. ഇനി നമുക്ക് കുറച്ച് ഗ്ലോ എഫക്റ്റ് കൊടുക്കാം. അതായത് നമ്മളുടെ ഈ ഒരു ഫോട്ടോഷോപ്പിൽ തന്നെ ഉള്ള ഡിഫോൾട്ടായിട്ടുള്ള ഈ ഒരു ഗ്ലോ എഫക്റ്റ് നമുക്ക് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മാനുവലായിട്ട് ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു വാല്യൂ നമുക്ക് പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഇനി നമുക്ക് ഈ ഒരു ഹാർട്ടിൻ്റെ പുറത്ത് നമുക്ക് മാനുവലായിട്ട് ഗ്ലോയിങ് എഫക്റ്റ് ആഡ് ചെയ്യാം. കർവ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. അടുത്തതായിട്ട് നമുക്കൊരു റിയലിസ്റ്റിക് ഫീൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ഒരു കൊടുത്ത ഒരു ഗ്ലോയിങ്ങിൻ്റെ ഒരു റിഫ്ലക്ഷനും അതുപോലെ തന്നെ ഷാഡോയും കൂടി നമുക്ക് ഈ ഒരു ഫ്ലോറിലും കൂടി അപ്ലൈ ചെയ്യാം.
നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ഒരു സെപ്പറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് ബ്ലർ ചെയ്യുവാണ്. കുറച്ച് ഡെപ്തും കൂടി കിട്ടും നമുക്ക്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് ബ്ലർ ചെയ്യാം. ഇനി നമുക്ക് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടും സബ്ജക്റ്റുമായിട്ടുള്ള ലൈറ്റിങ്ങും അതുപോലെ തന്നെ കളറും ഒന്ന് മാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് സെറ്റായി. നമുക്ക് ഇനി ഒരു പാർട്ടിക്കിൾസ് ഓവർലേ വേണം. അതിനുവേണ്ടി നമുക്ക് ഗൂഗിളിൽ ഒന്ന് തപ്പി നോക്കാം. ഈ ഒരു പാർട്ടിക്കിൾസ് ഞാനിപ്പോൾ നമ്മളുടെ ഇമേജിൻ്റെ പുറത്തേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക ഒരു ഗ്ലോ ചെയ്യുന്നതിൻ്റെ അടുത്തായിട്ട് നമുക്കിതിനെ മാസ്ക് ചെയ്തിട്ട് വേണ്ട ഭാഗത്ത് മാത്രമായിട്ട് കൊടുക്കാം. ഓക്കെ, ഓൾമോസ്റ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കളർ ഗ്രേഡും കൂടെ ചെയ്ത് ഒരു ടെക്സ്റ്റും കൂടി ഒന്ന് ആഡ് ചെയ്താൽ നമ്മളുടെ ഗ്ലോയിങ് ഹാർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ പിന്നെ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു ലൈക്ക് തരിക. അതുപോലെ തന്നെ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ നോട്ടിഫിക്കേഷൻ മറക്കാതെ എനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പോൾ ഇതുപോലുള്ള പൊളി ഐറ്റംസുമായി നെക്സ്റ്റ് വീഡിയോ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അൻഷാദ് നിസാർ. ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം